മതപ്പാർട്ടികൾ അവർ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും കുറച്ച് വോട്ട് കിട്ടിയതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും സീറ്റ് പോരാതെ പോയി എന്നാണ് സംശയം ഈയിടെ പ്രസ്താവിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? പിണറായിക്കിട്ട് പണിയല്ല ചെയ്തത്. ഞാൻ എന്തു കുറേയുണ്ട്. അതായത് പാർട്ടി അവിടെ ഞാൻ പ്രസംഗിച്ചതിനെ പറ്റി കാണിച്ചുള്ള പ്രതിഷേധവും ഊക്കും പോരാതെ പോയി എന്ന് പറഞ്ഞാൽ അത് കൊള്ളുന്നത് പിണറായിക്കിട്ടാണ്. ഈ പിണറായിക്കിട്ട് കൊള്ളാൻ ശംസുദ് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കുക. ഗണപതിയെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും വേണ്ടിയോ? പിണറായിയെ ഇൻഡയറക്റ്റായിട്ടല്ല കുത്തിയത്. അദ്ദേഹത്തിന് രണ്ടാം ഊഴത്തിന് സീറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മളല്ല ഉത്തരവാദിത്തം, എല്ലാം പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിക്കൂ, കേരളം ഉണ്ടായിട്ട് ഒരു തുടർ ഭരണം 2 പ്രാവശ്യം ഒരു പാർട്ടിയുടെ ഭരിച്ചിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDF മാത്രമാണ്. കോൺഗ്രസ് ഭരിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കോൺഗ്രസ് ഭരിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം LDF ഭരിച്ചെങ്കിൽ കോൺഗ്രസ്. എന്നാൽ ഇവിടെ തുടർ ഭരണം 2 പ്രാവശ്യം 10 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചു എങ്കിൽ ആരുടെ ഗുണം കൊണ്ടാണ്? അത് നയിച്ചവരുടെ ഗുണം കൊണ്ടാണ്. പോയി എങ്കിൽ മൂന്നാമത്തെ ഊഴത്തിനും കിട്ടാതെ പോയി എങ്കിൽ അതിൻ്റെ കുറ്റം ആരുടേതാണെന്ന് അവർ ചർച്ച ചെയ്യട്ടെ, പാർട്ടി ചർച്ച ചെയ്ത് അത് തിരുത്തട്ടെ. അതല്ലേ വേണ്ടത്. അല്പമെങ്കിലും ഇപ്പോൾ കുറച്ച് സീറ്റ് കിട്ടിയതെങ്കിൽ അത് ഈ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും കുറച്ച് വോട്ട് കിട്ടിയതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും സീറ്റ് കിട്ടിയത്. ഒരു വലിയ ബാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വടക്ക് കിട്ടിയില്ല? വെള്ളാപ്പള്ളിയുടെ ജൽപ്പനത്തിൻ്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ വടക്കൻ മേഖലയിൽ എന്തിന് പാർട്ടിക്കെതിരായി നിന്നവർ എങ്ങനെ ജയിച്ചു? ഈഴവരിൽപ്പെട്ടവരും പോലും വോട്ട് ചെയ്തു, തീയർ പോലും വോട്ട് ചെയ്തു. ഇതിൻ്റെ കുറ്റവും കുറവുകളും പാർട്ടി സ്വയം ചർച്ച ചെയ്ത് തീരുമാനിച്ച് അതിന് പരിഹാരം കാണേണ്ട പകരം നിരപരാധിയായ എന്നെ ക്രൂശിക്കുവാനാണ് ശംസുദീറിനെ കുറിച്ചുള്ളവർ പറയുന്നത്. ശംസുദീറിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരായി ഞാൻ പറഞ്ഞാൽ എന്നെ എതിർത്ത് സംസാരിക്കുകയും ന്യായീകരിച്ച് പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതലയാണ്. അവർ പറഞ്ഞോട്ടെ. എന്നാലും നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഈ ശംസുദീർ തന്നെ പറഞ്ഞില്ലേ ഗണപതി വിത്താണെന്ന്. അതെന്താണെന്നും ഉണ്ടാത്തത്? ഇതാണ് ഈ രാജ്യം. ഈ മതേതരത്വം പറഞ്ഞുകൊണ്ട് ആണ് നമ്മളെല്ലാം നടക്കുന്നത്. മതം പറഞ്ഞു നടന്നവരിവിടെ എത്തി. നിങ്ങളൊന്ന് ആലോചിക്കണം. മതം പറഞ്ഞ് ഈ രാജ്യം ഭരിച്ച് ഇന്നത്തെ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ സീറ്റുകൾ മൊത്തം കക്ഷിഭേദമെന്നേ എടുത്താൽ അവർക്ക് മാത്രം ഭരിക്കുവാനുള്ള MLA-മാരെ സൃഷ്ടിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. മതപ്പാർട്ടികൾ ആരാണ്? ന്യൂനപക്ഷം എന്നവരുടെ പേര് പറയും. ന്യൂനപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത് മുസ്ലിം, ക്രിസ്ത്യൻ തുറന്നു തന്നെ ഞാൻ പറയുകയാണ്. മതേതര പാർട്ടികൾ, ആ മതപ്പാർട്ടികൾ അവർ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവർ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്നുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി കേരള രാഷ്ട്രീയത്തിൽ അവർ മാത്രം ഇന്ന് വിചാരിച്ചാൽ ഒന്നിച്ചാൽ ഭരിക്കാവുന്ന സീറ്റ് ഇന്ന് കേരള നിയമസഭയിൽ അവർക്ക് നേടാൻ സാധിച്ചുവെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ സംഘടിത വോട്ട് ബാങ്കായി മാറിയപ്പോൾ ഇവിടുത്തെ പിന്നോക്ക വിഭാഗവും പട്ടികജാതിക്കാരും ആദർശങ്ങൾ പറഞ്ഞുകൊണ്ടും മതേതരത്വം പറഞ്ഞുകൊണ്ടും നമ്മൾ വന്ന മതേതരവാദികൾ എവിടെ നിൽക്കുന്നു, മതം പറഞ്ഞവരെവിടെ എത്തുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു. ഇന്ന് വന്ന് മതേതര പാർട്ടികൾ എന്ന് പറയുന്നതിന് ന്യൂനപക്ഷ പാർട്ടികൾ കേരളത്തിൻ്റെ സ്കൂളുകൾ മുഴുവൻ അവിടെയാണ്. മഹാഭൂരിപക്ഷം കോളേജ് അവിടേക്കലാണ്, ഭൂമി അവിടേലാണ്, ഭരണം അവിടേലാണ്, വ്യവസായം അവിടേലാണ്, സമ്പത്തും അവിടേലാണ്.